ആ വിമർശനങ്ങൾക്ക് ഒരു കാതലുമില്ല, ഒരു കളമ്പുമില്ല. അത് പരമാബദ്ധമാണ്. CPI ആരുടെയും വീട്ടിൽ വാങ്ങുകയില്ല, ആരുടെയും. CPI ആണ്. CPIക്ക് രാഷ്ട്രീയമുണ്ട്, ആ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വവും ആ രാഷ്ട്രീയമുള്ള CPIക്ക് വേറൊരു പാർട്ടിയുടെയും വീട്ടിയുമാകുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും പറ്റില്ല. CPIക്കും CPMനും ഇടയിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട്, സമീപനങ്ങളുണ്ട്. അവ രണ്ട് പാർട്ടികളായത് ആ കാരണം കൊണ്ടാണ്. പക്ഷേ രണ്ട് പാർട്ടികൾക്ക് ഒരുപോലെ ബോധ്യമുണ്ട്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അവർക്ക് കൂട്ടായി ചിലതൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യേണ്ടതുണ്ട്, ചെയ്തേ തീരുമെന്ന്. ആ തിരിച്ചറിവാണ് CPIയെ കൊണ്ടും CPMനെ കൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ ബദലെന്ന മുദ്രാവാക്യത്തിലേക്ക് എത്തിച്ചത്. ആ മുദ്രാവാക്യം സതതപ്രായമാക്കാനായിട്ടുള്ള ഇടതുപക്ഷ ഐക്യത്തെപ്പറ്റിയും ഗൗരവമായി ചിന്തിക്കാൻ അതാണ് CPIക്കും CPMനും കാരണമായത്. ആ CPIയും CPM എന്നുള്ള ബന്ധത്തിനകത്ത് തീർച്ചയായിട്ടും ഉറപ്പിച്ചുകൊള്ളുക, ഐക്യമുണ്ട്, സമരവുമുണ്ട്. ഐക്യവുമുണ്ട്, സമരവുമുണ്ട്. ആ ഐക്യം CPIയും CPMും തമ്മിലുണ്ട്. ആ സമരം CPIയും CPMും തമ്മിലുണ്ട്. എപ്പോൾ, എന്ത്, എങ്ങനെ, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പക്വതയ്ക്കുള്ള അടിസ്ഥാനം. അതാണ് എപ്പോൾ, എന്ത്, എങ്ങനെ. ഐക്യത്തിനാണോ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ സമരത്തിനാണോ? തർക്കത്തിനാണോ ഇപ്പോൾ ഊന്നൽ കൊടുക്കേണ്ടത്, അതോ യോജിപ്പിനാണോ? അതാണ് വിഷയം. അതാണ് എപ്പോൾ, എന്ത്, എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പക്വത അത് CPIക്കുണ്ട്. ഇടതുപക്ഷ ഐക്യത്തെ, അതിൻ്റെ രൂപമായ LDFനെ തകർത്തുകൊണ്ടുള്ള തർക്കത്തിന് CPI ഇല്ല. ആ ഐക്യത്തിന് മുറിവേൽപ്പിക്കൽ രാഷ്ട്രീയമായി ശരിയല്ല എന്ന് CPIക്ക് ബോധ്യമുണ്ട്. അതിനർത്ഥം എല്ലാ വിഷയങ്ങളിലും CPMൻ്റെ നിലപാടിനെ CPM നിലപാടുകളെ CPI രണ്ട് കൈയും പൊക്കി പിന്താങ്ങുന്നൊന്നുമല്ല. ചില നിലപാടുകളുടെ വിമർശനമുണ്ട് CPIക്ക്. ആ വിമർശനം CPI പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എല്ലായ്പ്പോഴും വിമർശനങ്ങൾ പറയേണ്ട സമയത്ത് LDFനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അനിവാര്യമായി തീരുമ്പോൾ പുറത്തും പറഞ്ഞിട്ടുണ്ട്. നാളെയും ഇതൊക്കെ ഉണ്ടായേക്കാം. അകത്ത് പറയുമ്പോഴും പുറത്ത് പറയുമ്പോഴും CPIക്കറിയാം LDF രാഷ്ട്രീയം തകർന്നു പോകാൻ പാടില്ല. CPMനെ CPI ഒരു മുഖ്യ ശത്രുവായി കാണണമെന്ന് മതിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. CPMൻ്റെയും CPIയുടെയും ശത്രുതയാണ് മുഖ്യമായ വിഷയമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല. BJP ഫാസിസ്റ്റാണ്. അടിമുടി ഫാസിസ്റ്റായ RSS നിയന്ത്രിക്കുന്ന, നയിക്കുന്ന BJP ഫാസിസ്റ്റാണ്. അതിൻ്റെ വർഗനയങ്ങൾ, അതിൻ്റെ വാക്ക്, അതിൻ്റെ പ്രവൃത്തി എല്ലാം അത് വ്യക്തമാക്കുന്നത് ഫാസിസ്റ്റാണത്. ജർമ്മൻ ഫാസിസത്തിൻ്റെ, ഇറ്റാലിയൻ ഫാസിസത്തിൻ്റെ ഇന്ത്യൻ പ്രതിരൂപമാണത്. കാലികമായ മാറ്റങ്ങളൊക്കെ ഉണ്ട്, കാലം മാറിയപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഹിറ്റ്ലർ ഫാസിസത്തിൻ്റെ ഇന്ത്യൻ മുഖമാണ് BJP. ശത്രുക്കളെപ്പറ്റി പറഞ്ഞപ്പോഴെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഹിറ്റ്ലർക്ക് ശത്രു ആരാണെന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്. മീൻകാഫിൽ പറയുന്നുണ്ട്. മീൻകാഫ് എണ്ണിങ്ങനെ പറയുകയാണ് നമ്പർ ഇട്ടിട്ട്. ഒന്നാം ശത്രു ജൂതന്മാർ, രണ്ടാം ശത്രു ക്രിസ്ത്യാനികൾ, ശത്രു നമ്പർ 3 കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് മീൻകാഫിലെ ഹിറ്റ്ലറുടെ പട്ടിക, ശത്രുക്കളുടെ പട്ടിക. യാദൃച്ഛികമല്ല. വിചാരധാരയിൽ ഇതുപോലെ അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ ഇതുപോലെ തന്നെ പറയുന്നു, ഇന്ത്യയുടെ ശത്രുക്കളെന്ന് പറയുന്ന അധ്യായത്തിന് താഴെ നമ്പർ 1 മുസ്ലിമുകൾ, നമ്പർ 2 ക്രിസ്ത്യാനികൾ, നമ്പർ 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ അളവിൽ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ജർമ്മൻ ഫാസിസ്റ്റുകളുമായി ആശയപരമായി കടപ്പെട്ടിരിക്കുന്നു. അതറിഞ്ഞേ തീരുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം, CPIക്കറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ ഫാസിസ്റ്റായി വിളിക്കുന്നത് ദേഷ്യം കൊണ്ടല്ല, ആരെയും വിളിക്കേണ്ട പേരുമല്ല. അത് ഫാസിസത്തിൻ്റെ ഒരു സാമ്പത്തിക അടിത്തറയുണ്ട്. അതതിൻ്റെ കോർപ്പറേറ്റ് വിധേയത്വമാണ്. അത് ഹിറ്റ്ലർക്കുണ്ടായിരുന്നു, മുസോളിനിക്കുണ്ടായിരുന്നു, അതെല്ലാ ഫാസിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നു. ഇന്ത്യയിലത് BJPക്കുണ്ട്, മോഡിക്കുണ്ട്. സാമ്പത്തിക അടിത്തറ അത് കോർപ്പറേറ്റ് വിധേയത്വമാണ്, സീമകളില്ലാത്ത വിധേയത്വം.
കോർപ്പറേറ്റുകളുടെ കൽപ്പനക്കൊത്ത് ചുവടുവയ്ക്കുന്ന നീചമായ അടിമകളെ പോലുള്ള രാഷ്ട്രീയം, സാമ്പത്തിക നയം, അതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ. ആശയ ലോകം അതാണ്. ആശയ ലോകത്ത് ഫാസിസ്റ്റുകൾക്കൊരു തലമുണ്ട്. അത് അന്ധമായ വംശമേധാവിത്വവാദമാണ്. റേഷ്യൽ പ്രൈഡ്, വംശമേധാവിത്വം. ഹിറ്റ്ലർ ആര്യൻ ചോരയുടെ മഹത്വമായിട്ടാണ് അത് പറഞ്ഞത്. ദ ആര്യൻ പ്രൈഡ്, ദ ഗ്രേറ്റ്നെസ് ഓഫ് ആര്യൻ ബ്ലഡ്. അത് പറഞ്ഞുകൊണ്ട് ആര്യൻ മഹത്വം പറഞ്ഞ ഹിറ്റ്ലർ ഒരു ഭാഗത്ത്, ഇവിടെ ബ്രാഹ്മണ്യ മഹത്വം പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വവാദം മുഴക്കുന്ന RSSും BJPയും. ഇവർ ഇരട്ട മക്കളാണ്. അവർ വേറെ വേറെയല്ല. അവരാണ് മുഖ്യശത്രു. മുഖ്യശത്രു അവരായിരിക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ബോധമാണത്. ആ ശത്രുനിരയിലെ മുഖ്യ എതിരാളി ആരാണെന്ന് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മുഖ്യ എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഐക്യനിര വേണം. ആ ഐക്യനിരയിൽ യോജിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിക്കണം. അതാണ് ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള സമരതന്ത്രം. ലോകത്തെ ഇത് പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. 1945 പിളർന്ന വായുമായി ഹിറ്റ്ലർ ലോകത്തെ വിഴുങ്ങാനായി ഓടിയെടുത്തപ്പോൾ, യൂറോപ്പിൻ്റെ മുഴുവനും വിഴുങ്ങിയപ്പോൾ, സോവിയറ്റ് യൂണിയൻ പോലും അതിനു മുമ്പിൽ വീണുപോകുമെന്ന് ആശങ്ക പൊന്തി വന്നപ്പോൾ ജോർജി ദിമിത്രോവ് അടക്കമുള്ള നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ച വഴിയാണത്. അതാണ് ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ടാക്ടിക്സ്, ഐക്യ മുന്നണി തന്ത്രം. അത് പറയുന്നുണ്ട്, നമ്മളെല്ലാവരെയും ഒന്നിച്ചു ചേർക്കാൻ പോകുന്നതിന് അർത്ഥമില്ല, ആ സമരം വിജയിക്കില്ല. അതുകൊണ്ട് ആരാണ് നിങ്ങളുടെ മുഖ്യശത്രുവെന്ന് നിർവചിക്കണം, കണ്ടുപിടിക്കണം. ആ മുഖ്യശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള സമരത്തിലേക്ക് യോജിക്കാവുന്ന എല്ലാവരെയും കൂട്ടിക്കിടക്കണം. അങ്ങനെയാണ് 1945 ഹിറ്റ്ലറെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ആ സമരത്തിൽ നാസി പതാക താഴ്ത്തിയിട്ട് റീസ്നഗറിന് മുകളിൽ ചെങ്കുടി പറപ്പിച്ച മഹാസമരത്തിൽ സോവിയറ്റ് യൂണിയൻ അതുവരെ എതിരാളികളായിരുന്ന അമേരിക്കയോട്, ബ്രിട്ടനോട് കൈകോർത്ത് പിടിച്ചത്. ഇതാണ് ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ തന്ത്രം. അതാണ് ആ തന്ത്രം ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെല്ലാം ബാധകമാണ്. CPI ആ പാഠം പഠിക്കുന്ന പാർട്ടിയാണ്. ലോകാനുഭവങ്ങളെ വായിക്കുന്ന പാർട്ടിയാണ്. ചരിത്രപാഠങ്ങളെ വിസ്മരിക്കാത്ത പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഫാസിസ്റ്റ് BJPയുടെ ആക്രമണത്തിന് മുമ്പിൽ എല്ലാവരെയും ഒന്നിപ്പിക്കേണ്ട വേളയിൽ LDFനെ ദുർബലമാക്കാൻ പാടില്ല. CPI ബന്ധങ്ങളെ തകർക്കാൻ പാടില്ല. ഈ രാഷ്ട്രീയ CPIക്ക് അറിയാം. അത് മറന്നുകൊണ്ട് കൈകടിക്ക് വേണ്ടിയും തലക്കെട്ടിന് വേണ്ടിയും നമ്മൾ CPM വിരോധം പറഞ്ഞുകൊണ്ട് പോയാൽ രാഷ്ട്രീയമായ അബദ്ധമായിരിക്കും. അത് അബദ്ധം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ LDF തകർന്ന് വീണാൽ പകരം വേറൊന്നില്ല. അതുകൊണ്ട് LDF വീഴാൻ പാടില്ല. ഇരുട്ട് കട്ടപിടിച്ച ദേശീയ രാഷ്ട്രീയത്തിൽ, BJP RSS പിടിമുറുക്കിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ തെക്കേ കോണിൽ ജനങ്ങൾ ചേർന്ന് കൊളുത്തി വെച്ച വെളിച്ചമാണ് LDF. ആ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല. വിമർശനങ്ങളുണ്ട്, അതകത്തും പുറത്തും പറയുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ ഒന്നും പേരിൽ LDF ദുർബലപ്പെടാൻ പാടില്ല. എല്ലാ വിമർശനങ്ങളും CPIക്ക് അറിയാം. LDFനെ LDF ആക്കാൻ വേണ്ടിയാണ്, ഇടതുപക്ഷത്തിനെ ഇടതുപക്ഷമാക്കാൻ വേണ്ടിയാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതിനർത്ഥം ഒരു നിമിഷം പോലും CPIയുടെ വ്യക്തിത്വം പണയപ്പെടുത്തിക്കൊണ്ട് ആരുടെയെങ്കിലും PTയുമായി മാറുമെന്നല്ല. ആ കിനാമൊന്നും ആരും കാണേണ്ടതില്ല. ഉദാഹരണം ഞാൻ പറയുന്നില്ല. എല്ലാ വിഷയങ്ങളിലും LDFനകത്ത് CPI എടുത്ത നിലപാടുകൾക്ക് അവസാനം വിജയമുണ്ടായിട്ടുണ്ട്. ക്രമസമാധാന പാലന ചുമതലയിൽ ഒരാളെപ്പറ്റി CPI പറഞ്ഞു, RSS നേതാക്കന്മാരെ ഊഴം വെച്ച് പോയി കാണുന്ന ഒരാൾ, എന്തിനു വേണ്ടി പോയി എന്ന് പറയാൻ കഴിയാത്തൊരാൾ, പൂരം കലക്കിയപ്പോൾ അതിന് കൂട്ടുനിന്ന് വിശ്വസിക്കാൻ കാരണമുള്ള ഒരാൾ, ബന്ധപ്പെട്ട മന്ത്രി വിളിച്ചാൽ പോലും ഫോണെടുക്കാൻ തയ്യാറാകാത്ത ഒരാൾ, ആ ആൾ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടരാൻ പാടില്ല CPI പറഞ്ഞു. ആ ചുമതലയിൽ നിന്ന് അയാളെ മാറ്റി. CPI സ്റ്റാൻഡാണത്. CPI ആണ് ന്യായമായ കാരണത്താൽ രണ്ടാമത്തൊരു രാജ്യസഭാ സീറ്റ് CPIക്ക് അർഹതപ്പെട്ടൊന്നാണെന്ന് ബാധിച്ച പാർട്ടി CPI ആണ്. കുറച്ച് തർക്കവും സംവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
CPIക്ക് രണ്ടാമത്തെ രാജ്യസഭാ സീറ്റ് കിട്ടി. 2 സീറ്റ് CPIക്ക് കിട്ടിയത് ഉണ്ടായിട്ടുണ്ട്, 2 സീറ്റ് ഒരേ സമയത്ത്. അന്ന് പക്ഷേ ഉള്ള MLAമാരേക്കാളും ഇന്ന് എണ്ണം കുറവാണ്. അന്ന് MLAമാർ 19 പേരുണ്ടായിരുന്നു. അന്ന് കിട്ടിയത് പക്ഷേ 6 കൊല്ലത്തെ ഒരു ഫുൾ ടൈം 2ആയി മുറിച്ചിട്ട് 3 കൊല്ലം CPI 3 കൊല്ലം CPM ആയിരുന്നു. ഇന്ന് 17 MLAമാരുള്ള ഈ ഇന്ന് CPIക്ക് മുറിക്കാതെ ഒരു ഫുൾ ടൈം കിട്ടിയത് ഈ കാലത്താണ്. അത് B ടീമായിട്ടാണോ C ടീമായിട്ടാണോ എനിക്കറിയാം, ഇപ്പോഴാണ് കിട്ടിയത്. എലപ്പള്ളി വിഷയം പലപ്പോഴും പറയുന്നുണ്ട്, CPI മുട്ടുകുത്തിയെന്ന്. CPIയുടെ മുട്ട് എവിടെയും കുത്താനുള്ളതല്ല. CPIയുടെ മുട്ട് നിവർന്നു നിന്ന് കാര്യം പറയാൻ വേണ്ടിയാണ്. ആ നട്ടലാണ് CPIയുടെ മുട്ട്. അതിനുള്ള ബലമാണ് CPIയുടെ മുട്ട്, അത് കുത്താനുള്ളതല്ല. എലപ്പള്ളിയിൽ CPI പറഞ്ഞു, ഇത്രയേറെ കുടിവെള്ള പ്രശ്നം ഉള്ളൊരു സ്ഥലത്ത്, ഭൂഗർഭജലത്തിൻ്റെ ലഭ്യത ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് ഇത്രയേറെ വെള്ളം ആവശ്യമുള്ളൊരു പദ്ധതി വന്നാൽ അത് കുടിവെള്ളത്തെ ബാധിക്കും. അതുകൊണ്ട് ആ പദ്ധതിയെപ്പറ്റി CPIക്ക് ആശങ്കകൾ CPI പറഞ്ഞു. അകത്തും പറഞ്ഞു, പുറത്തും പറഞ്ഞു. അവസാനം LDF തീരുമാനിച്ചത് കുടിവെള്ളത്തെ ബാധിക്കാതെയും കൃഷിഭൂമിയെ ബാധിക്കാതെയും മാത്രമേ എലപ്പുള്ളിയിൽ ഈ പറയുന്ന പദ്ധതി വരാവൂ എന്ന് LDF തീരുമാനിച്ചു. CPIയുടെ വിജയമോ പരാജയമോ? PMC പദ്ധതി ഗവൺമെൻറ്റിന് വേണ്ടി ഒരു ഘട്ടത്തിൽ അനുകൂലമായി പറഞ്ഞിരുന്നു. CPI പറഞ്ഞു അത് NEPയുടെ BJPയുടെ ചിന്തയിൽ ഉദിച്ചിരിക്കുന്ന പുത്തൻ വിദ്യാപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് NEP. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ PMC. കുറേ പണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കടിയേൽപ്പ് തലവെച്ച് കൊടുക്കാൻ പാടില്ല എന്ന് CPI പറഞ്ഞു. ആദ്യം ബന്ധപ്പെട്ട മന്ത്രിക്ക് പോലും അതത്ര ഉറപ്പായി തോന്നിയില്ല CPIയുടെ വാദങ്ങൾ. പക്ഷെ അദ്ദേഹം പിൽക്കാലത്ത് അത് തിരുത്തി. CPI പറഞ്ഞ അതേ കാര്യം ഇന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എത്ര എണ്ണം വേണം? CPI രാഷ്ട്രീയമായ ശരികൾ പറഞ്ഞുകൊണ്ട് LDFിനകത്ത് ആ ശരികളെ മറ്റ് സഹാക്കളെ കൊണ്ടും പാർട്ടികളെ കൊണ്ടും അംഗീകരിപ്പിച്ച അനുഭവങ്ങൾ എത്ര എണ്ണം ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഇതൊന്നും കാണാതെ ഏതോ മാധ്യമങ്ങൾ എഴുതി വെച്ചതുപോലെ B ടീം C ടീം എന്നൊക്കെ പറയുന്ന അത്തരം വർത്തമാനത്തിൻ്റെ അർത്ഥമെന്താ? അർത്ഥം ബോധപൂർവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പറയുന്ന പ്രാധാന്യത്തെ താഴ്ത്തിക്കെട്ടുകയാണ്. പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ രാഷ്ട്രീയത്തിൻ്റെ മാറ്റ് കുറയ്ക്കുകയാണ്. അതുകൊണ്ട് ആ ശരി മങ്ങിപ്പോകുകയില്ല. ആ ശരിയുടെ പാതയിൽ CPI സഞ്ചരിക്കുന്ന ഈ ഉറപ്പ് ദുർബലപ്പെടാൻ പോകുന്നില്ല. CPI രാഷ്ട്രീയം ശരിയാം വണ്ണം നടപ്പിലാക്കാൻ കെൽപ്പുള്ള നേതൃത്വമുണ്ട് CPIക്ക്. ആ രാഷ്ട്രീയം ശരിവയ്ക്കപ്പെട്ടു. ആ രാഷ്ട്രീയത്തിൻ്റെ കാതൽ ശക്തിപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷ ഐക്യമാണ്, ഇടതുപക്ഷ ജനാധിപത്യ ബദലാണ്. അതിൻ്റെ ഒരു മുഖ്യ എതിരാളി RSSും BJPയും, കേരളത്തിൽ അതിൻ്റെ ബന്ധുവായിട്ടുള്ള കോൺഗ്രസും BJPയും, കോൺഗ്രസും UDFും SDPIയുമാണ്. അതാണ് CPI രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അശേഷം പതറാതെ, ആരുടെ മുമ്പിലും നട്ടല് വളയ്ക്കാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ കരുത്തും CPIക്കുണ്ട്, അതിൻ്റെ സെക്രട്ടറിക്കുമുണ്ട്.